റംസാൻ കാലത്ത് എങ്ങനെ ആരോഗ്യപരമായി ഡയറ്റ് ഫോളോ ചെയ്യാം എന്നതിനെപ്പറ്റി കുറച്ച് ടിപ്സ് തരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യമായി നമുക്ക് രാവിലത്തെ അത്താഴ സമയം, അതായത് സുഹൂർ സമയത്ത് എന്തൊക്കെ ഡയറ്റാണ് ശ്രദ്ധിക്കേണ്ടത്. തുടങ്ങുമ്പോൾ തന്നെ 2-3 ഗ്ലാസ് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ കോംപ്ലെക്സ് കാർബോഹൈഡ്രേറ്റ്സ്, ശരീരത്തിൽ നിന്നും ദഹിച്ചു പോകാൻ സമയമെടുക്കുന്ന തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് തവിടുള്ള അരി, റാഗി, ഓട്സ്, വീറ്റ്, അതേപോലെ നട്ട്സ്, വെജിറ്റബിൾസ്, ഇതൊക്കെ ഭക്ഷണത്തിൽ കൂടുതലായിട്ടും ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക രാവിലെ സമയങ്ങളിൽ. അതാവുമ്പോൾ അന്നത്തെ ഒരു ദിവസം കുറച്ച് നേരത്തേക്ക് നമുക്ക് എനർജി ലെവൽ ശരീരത്തിൽ നിൽക്കാൻ സഹായിക്കുന്നതാണ്. പുളിയുള്ള ഭക്ഷണങ്ങൾ, പുളിയുള്ള ഡ്രിങ്ക്സ് ഒക്കെ രാവിലെ സമയങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ചിലവർക്കെങ്കിലും അത് ഗ്യാസ്ട്രൈറ്റിസ്, നെഞ്ചെരിച്ചിൽ, വയറിന് അസ്വസ്ഥതയൊക്കെ ഉണ്ടാക്കാൻ കാരണമാവാറുണ്ട്. രാവിലത്തെ ഭക്ഷണത്തിൽ പ്രോട്ടീൻസ്, മുട്ട, പുഴുങ്ങിയ മുട്ട ഉൾപ്പെടുത്താം. അതേപോലെ നട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. ഇഫ്താർ സമയം, അതായത് നോമ്പ് മുറിക്കുന്ന സമയത്ത് കഴിവതും സ്നാക്സ് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള, അത് വെളിയിൽ നിന്നുള്ളതാണെങ്കിലും വീട്ടിൽ തന്നെ ചെയ്യുന്നതാണെങ്കിലും വളരെ മിതമായിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇഫ്താർ സമയത്തും സുഹൂർ പോലെ തന്നെ 2-3 ഗ്ലാസ് വെള്ളം കുടിച്ച് നോമ്പ് ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫ്രഷ് ഫ്രൂട്ട്സും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കഴിവതും ഫ്രൂട്ട് ജ്യൂസസ് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. പുളിയുള്ള ഫ്രൂട്ട് ജ്യൂസ് നെഞ്ചെരിച്ചിലിന് കാരണമായേക്കാം. അതുമാത്രമല്ല, ഫ്രൂട്ട്സ് ജ്യൂസ് ആക്കുമ്പോൾ അതിലുള്ള ഫൈബറിൻ്റെ കണ്ടൻറ്റ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിവതും ഫ്രൂട്ട്സായിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. പ്രോട്ടീൻ്റെ അളവ് ഭക്ഷണത്തിൽ കൂടുതലായി എടുക്കേണ്ടതുണ്ട്. മുട്ട, ഇറച്ചി, മീൻ. പക്ഷേ പറഞ്ഞതുപോലെ വറുത്തതും പൊരിച്ചതുമായ രീതികൾ മാറ്റി കുറച്ച് എണ്ണയിൽ കറിയാക്കി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇഫ്താറിനും സുഹൂറിനും ഇടയ്ക്ക് ഒരു 8 മുതൽ 12 ഗ്ലാസ് വെള്ളമെങ്കിലും എടുക്കുന്നത് നല്ലതായിരിക്കും. വേറെ വെള്ളം എടുക്കാൻ റെസ്ട്രിക്ഷൻസ് ഇല്ലാത്തവരാണെങ്കിൽ, അതായത് ഹാർട്ടിൻ്റെ എന്തെങ്കിലും അസുഖങ്ങൾ, കിഡ്നി പ്രോബ്ലംസ് ഉള്ളവർക്കൊക്കെ ഇത്ര അധികം വെള്ളം എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഇല്ലാത്തവർക്ക് 8 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം എടുക്കാവുന്നതാണ്. ഡയബറ്റിസ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട പ്രധാനമായ 2 കാര്യങ്ങൾ: ഷുഗർ താന്നു പോകുന്ന അവസ്ഥ, ഹൈപ്പോഗ്ലൈസീമിയയിലേക്കും, ഷുഗർ കൂടിപ്പോകുന്ന അവസ്ഥ, ഹൈപ്പർ ഗ്ലൈസീമിയയിലേക്കും പോവാതിരിക്കുക എന്നുള്ളതാണ്. ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കാൻ അമിതമായ ക്ഷീണം, തളർച്ച, വിറയൽ, സംസാരത്തിലൊരു കുഴച്ചിൽ പോലെ വരിക, ഇങ്ങനത്തെ സിംറ്റംസൊക്കെ വരുമ്പോൾ, ഭയങ്കരമായിട്ട് വിയർക്കുക, ഇങ്ങനത്തെ സിംറ്റംസൊക്കെ വരുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾ ഷുഗർ ചെക്ക് ചെയ്യേണ്ടതാണ്. ഷുഗർ ചെക്ക് ചെയ്ത് താന്ന അവസ്ഥയിലാണെങ്കിൽ അപ്പോൾ തന്നെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യേണ്ടതാണ്. ഹൈപ്പോഗ്ലൈസീമിയ വരാതിരിക്കാൻ ഡയബറ്റിസ് ഉള്ളവർക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ് ആ ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത് കഴിവതും ഒരുപാട് സ്ട്രെയിൻ ചെയ്തുള്ള ജോലികൾ ഒഴിവാക്കുക എന്നുള്ളത്. അതേപോലെ സുഹൂറിൻ്റെ സമയത്ത് കോംപ്ലെക്സ് കാർബോഹൈഡ്രേറ്റ്സ് എടുക്കുന്നതും ഹൈപ്പോഗ്ലൈസീമിയ ഒഴിവാക്കാൻ ഒരു പരിധിവരെ സഹായിക്കും. ഹൈപ്പർ ഗ്ലൈസീമിയ അഥവാ ഷുഗർ കൂടുന്ന അവസ്ഥ, അപ്പോൾ ഒരുപാട് തവണ മൂത്രം ഒഴിക്കുക, വായ്ക്ക് വരൾച്ച, അമിതമായ ക്ഷീണം, തലകറക്കം തുടങ്ങിയ അവസ്ഥകൾ വരുമ്പോൾ ഷുഗർ ചെക്ക് ചെയ്യുക. അത് കൂടുതലാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ കാണിച്ച് ഷുഗർ കൺട്രോളിൽ വരുത്തിയതിന് ശേഷം ബാക്കി ഫാസ്റ്റിംഗ് നോക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഗുളികകൾ, ഷുഗറിൻ്റെ ഗുളികകളാവാം, ഇൻസുലിൻ ആവാം, അത് നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറെ കാണിച്ച് അതിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ ഗുളികകളും ഇൻസുലിനും നമ്മൾ രാവിലെ സമയങ്ങളിൽ എടുക്കില്ല, ഫാസ്റ്റിംഗ് ചെയ്യുന്ന ദിവസങ്ങളിൽ. അപ്പോൾ അത് നിങ്ങളുടെ ഡോക്ടറെ കണ്ട് കൺട്രോൾ ചെയ്യേണ്ടതാണ്.